ആദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാതിരിക്കട്ടോ. ഈ ഒരു സമയത്ത് നയനയും വന്നിട്ട് എല്ലാ ഡ്രസ്സൊക്കെ പാക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ആദർശ് പറയാണ്, നിനക്ക് അടുക്കളയിൽ ഒരുപാട് ഡ്യൂട്ടിയൊക്കെ ഇല്ലേ, നീ പോയി ചെയ്തോ, ഞാൻ തന്നെ ഒരുങ്ങിക്കോളാം, ഞാൻ സ്കൂൾ കുട്ടിയൊന്നും അല്ലല്ലോ എന്നെ ഒരുക്കാനായിട്ട്. അത് സാരില്ല ആദർശട്ടാ, ഭർത്താവ് ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴേക്കും വന്ന് എല്ലാം എടുത്തു കൊടുക്കാന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയല്ലേ, പിന്നെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടാ. ചിലവര് അതിനെയൊക്കെ ഇപ്പം വലിയ തെറ്റായിട്ട് കാണുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനൊന്നുമല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടാ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അതൊക്കെ വലിയ തെറ്റായിട്ടാണല്ലോ എല്ലാരും കണക്കാക്കുന്നേ, പക്ഷെ ഇതൊക്കെ ഒരു സന്തോഷമാണെന്നും ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറയാണെന്നും ഒക്കെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. അങ്ങനെ നയന പോവാൻ നേരത്ത് ആദർശിനെ കെട്ടിപ്പിടിച്ചിട്ട് ടാറ്റ പറയുന്നുണ്ട് കേട്ടോ. ശരിയെന്നാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നയനയുടെ മുടി ആദർശിന്റെ ഷർട്ടിലെ ബട്ടൺസിൽ ഉടക്കുന്നുണ്ട്. ആദർശിട്ട പതുക്കെ എന്റെ മുടി ബട്ടൺസിലുടക്കി. ശോ, കാണിച്ചെന്ന് പറഞ്ഞിട്ട് ആദർശ് ആ മുടി പതിയെ ബട്ടൺസിൽ നിന്നും ഊരെടുക്കുന്നുണ്ട്. എന്നിട്ട് പൊട്ടിയെന്ന് ചോദിക്കുമ്പം അറിയില്ല എന്ന് പറഞ്ഞിട്ട് നയനയുടെ തലമുടി ഇങ്ങനെ ആദർശ് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു വെള്ള ഷർട്ടാണ് ആദർശ് ഇടുന്നത്. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നയനയും അവന്റെ കൂടെ തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. എന്നാ ഞാൻ പോയിട്ട് വരാന്ന് പറയുമ്പോഴേക്കും അനി അവിടുന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കാണ്. എന്താന്ന് ചിരിക്കുന്നേ? ഒന്നുമില്ല ആദർശേട്ടാ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ എല്ലാരും ചിരിക്കുന്നേ? ഒന്നുമില്ല, എന്താന്ന് പറ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കളിയാക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും ചിരിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താന്ന് നോക്കുമ്പോഴേക്കും നയനയുടെ ആ സിന്ദൂരവും അതുപോലെ തന്നെ നയനയുടെ മുടിയും അവളുടെ ചുണ്ടത്തെ ലിപ്സ്റ്റിക്കും എല്ലാം ആദർശിന്റെ ഷർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മുടി കുടുങ്ങിയ സമയത്ത് പറ്റിയതാണ്. പക്ഷെ ഇവര് പോകാനുള്ള ധൃതിക്കും നയനയുടെ മുടി കുടുങ്ങിയതില് ആ നയനയ്ക്ക് ആ വേദന എടുത്ത ധൃതിയിലും രണ്ടുപേരും ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോഴേക്കും ആദർശ് ആകെപ്പാടെ ഒരു ചളിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശരി എന്നാ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. നയനെ പെട്ടെന്ന് നാണം കെട്ട് അടുക്കളയിലേക്ക് നാണം കുണുങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നിട്ട് അവിടെ ഇങ്ങനെ എപ്പോഴത്തെ ഒരു ഫേസുമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പതിവ് പോലെ ജയജ ചോദിക്കാണ്, കണ്ടില്ലേ ഏട്ടത്തി ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ ഏട്ടത്തിക്ക് ഒന്നും വിശ്വാസാവില്ല. ഇപ്പൊ കണ്ടില്ലേ കംപ്ലീറ്റ് ആയിട്ടുള്ള തെളിവായിട്ട് അവൻ വന്നത്. എന്നിട്ട് അവൻ അതുകൊണ്ടാണ് നേരെ ഓഫീസിലേക്കാ പോയേക്കുന്നത്. എന്റെ പൊന്നു ജലജെ, ഞാൻ ഒന്നാമതൊരു ദേഷ്യം പിടിച്ചിരിക്കാം. അതിന്റെ കൂടത്തിൽ നീ എന്നെ വന്നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. അവൻ കോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ആ കോട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓഹോ, അപ്പൊ ചേച്ചിക്ക് അതൊന്നും പ്രശ്നമില്ലതായല്ലേ? അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പോയിട്ട് അങ്ങനൊന്നും ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ എല്ലാരും മുമ്പിൽ വെച്ച്? പിന്നെ അത് മതി അച്ഛന് കിടന്ന് വഴക്കുണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒന്നും വേണ്ടെന്ന് വെച്ചതാ. എല്ലാരും ചേച്ചിയുടെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ജലജയ്ക്ക് സമാധാനമില്ലാതെ ജലജ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നവിക്ക് പോലെ തന്നെ ഇവിടെ അടുത്തൊരു തൊട്ടിലൂടെ കെട്ടേണ്ട വരും. നയനയുടെയും ആദർശിനെ കുഞ്ഞിനെ ലാളിക്കാനായിട്ട്. ഏട്ടത്തി ഒരു മുത്തശ്ശിയാവാൻ പോവാ, അതുകൊണ്ട് അതിനൊക്കെ തയ്യാറെടുപ്പോടെ ഇരുന്നോളാം കേട്ടോ. ചാടി ഇരുന്നേറ്റ് ദേവന് പറയുന്നുണ്ട്, എന്റെ പൊന്നു ജലജെ, എനിക്ക് കുറച്ച് മനസ്സമാധാനം താ. അവൻ അങ്ങനൊന്നും ചെയ്യില്ല. അവൻ നയനെ ഇപ്പൊ കാണിക്കുന്ന സ്നേഹമാക്കിയുണ്ടല്ലോ, അച്ഛന്റെ അസുഖത്തോടുള്ള ആ ഒരു ഇതുകൊണ്ടാ. അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് കരുതിയിട്ട് അവൻ എല്ലാം ക്ഷമിക്കുന്നതാ, എല്ലാം സഹിക്കുന്നതാ, അല്ലാതെ അവളോട് അവന് ഇഷ്ടമൊന്നുമില്ല. ഇതൊക്കെ ഏട്ടത്തിയുടെ അവൻ പറയുന്നല്ലേ ഏട്ടത്തി, അല്ലാതെ ഏട്ടത്തിക്ക് സത്യമൊന്നും അറിയില്ലല്ലോ. അവൻ ഏട്ടത്തെ ശരിക്കും പറഞ്ഞ് കബളിപ്പിക്കുന്നുണ്ട്, അതാ സത്യം. അല്ലാതെ അവന് അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്തോ ആവട്ടെ, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അവനൊന്ന് സംസാരിക്കാനാ ദേവേനി പറയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഏടത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നോ, അവസാനം മോൻ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കരുത്. ദേവേനി പറയുന്നുണ്ട്, എന്റെ മോൻ അങ്ങനെ കൈവിട്ടൊന്നും പോവില്ല, അവൻ എന്നെ മറന്ന് ഒന്നും ചെയ്യത്തുമില്ല. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നതും ആരും കാണാതെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും പരിസരബോധം മറന്ന് രണ്ടുപേരും സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ എന്നെ ചേട്ടത്തി കാണുന്നതല്ലേ. എന്നിട്ട് ഇപ്പൊ ഒന്നും കണ്ടിട്ടില്ലെന്നോ ഒന്നും നടക്കുന്നില്ലെന്നോ? നന്നായി. രാത്രി നൈറ്റ് ഡ്രൈവും എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്. ഇതുവരെ അനന്തപുരം തറവാട്ടില് ആരും കാണാത്ത റൊമാൻസ് അല്ലേ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നേ. ദേവേനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എന്റെ മകനെ അവളുടെ കൈവശനെ വിട്ടുകൊടുക്കില്ല. നീ കണ്ടോ, എന്റെ മകനെ ഞാൻ അതുപോലെ വളർത്തിയത്. എന്റെ മോന് എല്ലാരും കണ്ട സ്നേഹം എന്നോടാ, ഒരിക്കലും അത് അവളോടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ ഇന്ന് വൈകുന്നേരം വരട്ടെ, നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം, അമ്മയോടാണോ ഭാര്യയാണോ സ്നേഹമെന്ന്. നിനക്ക് എന്താ ജലജ, വട്ടുണ്ടോ? അങ്ങോട്ട് പോയിട്ട് നേരിട്ട് ചോദിക്കാൻ പറ്റുമോ?
നിനക്ക് നിന്റെ ഭാര്യനാണോ അത് അമ്മേനാണോ ഇഷ്ടമെന്നൊക്കെ? അതങ്ങാണെങ്കിൽ അച്ഛൻ കിട്ടണമെന്നിട്ട് പിന്നെ അത് മതി. എങ്കിലും വൈകുന്നേരം നമുക്ക് ചെറു ടെസ്റ്റ് വെച്ച് നോക്കാം. എന്ത് ടെസ്റ്റ്? അതൊക്കെ ഞാൻ ചെയ്തോളാം ഏട്ടത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആദർശ് ഓൾറെഡി തന്നെ ഞാനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ദേവിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇഷ്ടമില്ലാത്തവരെ അഭിനയിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അവര് ഓൾറെഡി എല്ലാം കരുതിക്കൂട്ടി തന്നെ ഇരിക്കാണ് കേട്ടോ. അങ്ങനെ ആദർശ് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, നോക്കാം ഏട്ടത്തി ആദ്യം ആരും അന്വേഷിക്കുന്നതെന്ന്. അങ്ങനെ മനസ്സിലാക്കാലോ. ആദർശ് വന്ന് കേറിയപ്പോ തന്നെ ഈ ജലജയും ദേവേനോട് എന്തോ കുശൂഷിച്ചുകൊണ്ട് ഇരുന്ന് കണ്ടിട്ട് അവന് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അടുക്കളയിൽ നായന നിൽക്കുന്ന കണ്ടിട്ടും ആദർശ് അമ്മേ എന്ന് വിളിച്ചോണ്ടാ കേറി വരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടില്ലേ, നീയല്ലേ പറഞ്ഞത് നായനെന്ന് വിളിച്ചോണ്ട് വരുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ മോൻ എന്നും എന്റെ മാത്രാടി എന്നും പറഞ്ഞിട്ട് ദേവേനെ സന്തോഷിക്കുന്നുണ്ട്. ആ അമ്മേ, എന്തുണ്ട് അമ്മ വിശേഷം? എനിക്കെന്ത് വിശേഷം മോനെ, രാവിലെ നീ കണ്ടല്ലേ പോയെ? അല്ല, എന്തെങ്കിലും വയ്യാഴിക്കോ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അങ്ങനെ ആദർശോടെ നിന്നിട്ട് നയന ഒരു കോഫി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന കോഫി ആയിട്ട് ഒന്ന് കൊടുത്തിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ രവിയായിട്ട് ആദർശ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഭയങ്കര ടയേർഡായിരുന്നു അമ്മേ, ഇത്ര ക്ലയൻസിനെയൊക്കെ കണ്ടു. ഇന്ന് ഭയങ്കര ടയേർഡായി, ഞാൻ മുറിയിലേക്ക് പോട്ടെ എന്നും പറഞ്ഞിട്ട് ആദർശ് കോഫിയും കുടിച്ചിട്ട് ആ കോഫിയുടെ ഗ്ലാസ് വെച്ചിട്ട് പോകുന്നുണ്ട്. ദേവേനി പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞില്ലേ വന്ന് കയറി ഉടനെ അവളെ അല്ലല്ലോ എന്നെയല്ല അന്വേഷിച്ചത്. അതും അവളെ വരെ കോഫിക്ക് വേണ്ടി മാത്രമാവും വിളിച്ചത്. കോഫി കൊടുത്തിട്ട് അവൾ അങ്ങ് പോവുകയും ചെയ്തു, നീ കണ്ടതല്ലേ? എന്നിട്ട് ഇത്ര തന്നെ കാര്യം സംസാരിച്ചത് കണ്ടില്ലേ? ജലജ പറയാണ്, അതൊക്കെ അവർ ഒരു അഭിനയല്ല ചേച്ചി. ഇപ്പൊ കണ്ടില്ലേ അവൻ മുറിയിലേക്ക് പോയത്? 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ചായക്കപ്പ് കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് അവളും പുറകെ പോന്ന് ഏട്ടത്തി കണ്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന വന്ന് ഈ കോഫിയുടെ ഗ്ലാസ് എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അവളും പോകാൻ തുടങ്ങാണ്. ദേവേനി പറയാണ്, അങ്ങനെ ഇപ്പൊ ഞാൻ അവളെ വിടുന്നില്ല. നയന, ഇന്ന് 4 മണിക്ക് എന്താ സ്നാക്സ് ഉണ്ടാക്കുന്നേ? എന്താ അമ്മ ഉണ്ടാക്കണ്ടേ? എന്തെങ്കിലും അത്യാവശ്യം സ്നാക്സ് ഉണ്ടാക്ക്, പെട്ടെന്ന് ഉണ്ടായിക്കോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നുന്നു. അതിനെന്താമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. ആദർശന്റെ ഓഫീസിൽ നിന്ന് വന്നാലേ ഞാൻ പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മേടിച്ച് വാഷ് ചെയ്യാൻ ഇട്ടിട്ട് വരാം. അത് പിന്നെയാണെങ്കിലും ചെയ്യാലോ. നീ ഇവിടുന്ന് ആദ്യം സ്നാക്സ് ഉണ്ടാക്ക്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ നയന അവിടെ നിന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ദേവേനെ ചോദിക്കാണ്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഞാൻ വിട്ടില്ലല്ലോ, ഇതുപോലായിരിക്കും ഇനി എല്ലാ ദിവസവും. അവന്റെ അടുത്ത് ഞാൻ മാക്സിമം അവളെ ഒഴിവാക്കി നിർത്തും. ജലജ ചോദിക്കാണ്, അപ്പൊ രാത്രിയിലോ? അതിനുള്ള എന്തെങ്കിലും ഒരു പണി ഞാൻ കണ്ടുപിടിക്കും, നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ് അതിനുള്ളില് നയനെ തപ്പി ആദർശ് വരുന്നത് ചേച്ചി ഇടത്ത് കണ്ടോ എന്ന് പറയാണ്. ആദർശ് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നയന ഇതുവരെ കയറി വന്നില്ലല്ലോ, അതെന്തായിരിക്കും? ഇനി അമ്മ എന്തിനു പറഞ്ഞു കാണുവോ? ആ ജലജാപ്പച്ചിയുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തൊക്കെയോ നടന്ന ലക്ഷണമുണ്ട്. എന്തൊക്കെയോ വെൽ പ്ലാൻഡ് ആയിട്ടിരിക്കുന്ന പോലെ ഉണ്ട്. എന്തോ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാ. ഇപ്പൊ പോയി ഞാൻ നയനെ വിളിച്ചാ അത് ശരിയാവില്ല. എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും താഴേക്ക് പോകാം, എന്താ അവിടുത്തെ അവസ്ഥ എന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ആദർശം ഒന്ന് കയറി ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് താഴേക്ക് പോകുന്നുണ്ട്. താഴേക്ക് അവൻ ഇറങ്ങി വരുമ്പോ തന്നെ ജലജയുടെ അവളുടെ ഇരിപ്പ് കണ്ടിട്ട് ആദർശന് എന്തോ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നയന പെട്ടെന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ആദർശന് മനസ്സിലായി എന്തോ ഒരു പ്ലാനിങ് ആണെന്ന്. അവൻ സോഫയിൽ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പത്രം വായിക്കുന്നവൻ ഇരിക്കുകയാണ്, ഒന്നും അറിയാത്ത ഭാവത്തില്. എന്നിട്ട് ഇവര് പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ ജലജയോട് പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവൻ റൂമിൽ കൊണ്ട് അവളെ വിളിക്കില്ലെന്ന്. അവൻ അവളെ ഇഷ്ടമില്ല, നിന്റെ തോന്നൽ മാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനെ ദേവേനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്നും അറിയാത്ത മട്ടിലിരുന്ന് ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ. ആദർശന് അങ്ങനെ കാര്യം പിടികിട്ടുന്നുണ്ട്. അങ്ങനെ നായന സ്നാക്സ് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.